ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലേക്കൊക്കെ വിളമ്പുന്ന നല്ല നാടൻ സ്റ്റൈൽ പുളിയിഞ്ചി മുളകറി എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കടുക് കൂടെ ചേർക്കാം. ഇനി ഇത് ഫ്ലെയിം കുറച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. നമുക്ക് ലാസ്റ്റ് പൊടിച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ പരിപാടി അങ്ങ് തീർത്ത് വെച്ചേക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് അരിഞ്ഞെടുക്കാം. മുളക് ഇതേപോലെ 3 പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. പലരും പല രീതിയിലാണ് മുളക് മുറിക്കുക. ചിലർ നടുച്ചിന്തയുള്ളൂ, ചിലർ മുളകിന് ഓരോ കുത്തിട്ട് കൊടുക്കുകയുള്ളൂ. നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇത്രയും പുളിയും കൂടെ വെള്ളത്തിലിട്ട് വയ്ക്കാം. കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു കറിവേപ്പിലയും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവ, ജീരകം, കടുക് മിക്സ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നൈസായിട്ടൊന്ന് പൊടിച്ച് വെക്കാം. അത്രയും പരുവത്തിൽ എടുത്ത് വയ്ക്കണേ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. പൊട്ടി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്യാം. നല്ലോണം അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കൊന്നും വേണ്ട. ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. അതിനു മുന്നേ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നിട്ട് ഇളക്കിയെടുക്കാം. പച്ചമുളക് ഒന്ന് റോസ്റ്റ് ആയി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഹാഫ് ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയാൽ മതി. നല്ലോണം ചൂടാവണ്ട കേട്ടോ. ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് അപ്പോഴേ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. മുളകിൻ്റെ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതൊന്നും ഉള്ളൊക്കെ ഒന്ന് വേവണം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇത് മുളകിൻ്റെ പാവ അറിയണമെന്നുണ്ടെങ്കിൽ ഈ മുളകിൻ്റെ പുറത്തൊക്കെ ഒരു പൊള്ളം പോലെ വെള്ളത് വന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നൊന്ന് റെഡി ആകുമ്പോൾ നമുക്ക് അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ട മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് ശർക്കര. ശർക്കര പലരും പല രീതിയിലാണ് ചേർക്കുക. മധുരം കുറവുള്ളവർ ഒരു കല്ലിട്ടാൽ മതിയാവും. എന്നാൽ എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർക്കാം. നമ്മളിത് കഴിച്ചു നോക്കിയപ്പോൾ കുറച്ച് എരിവുള്ള മുളകാണ്. ഒരു കല്ലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിള്ളേർക്ക് കൊടുക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് മധുരത്തിൽ ഉണ്ടാക്കുകയായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ 2 കല്ല് ശർക്കര ചേർക്കുന്നുണ്ട്. ഇനി ഇവരൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടി ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. 2 മിനിറ്റ് അത്രയും മതിയാവും. നമുക്ക് നന്നായിട്ട് ശർക്കര കഴിഞ്ഞ്
നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ, ജീരകം, കടുക് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ, നമ്മൾ പൊടിച്ചത് അത്രയും ഉണ്ടായിരുന്നുള്ളൂ, അത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിന് നല്ല കളറ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് വറ്റി വരുമ്പോഴേക്ക് നല്ല കറുപ്പ് കളറായിട്ട് കിട്ടും, നല്ല തിക്ക് ഗ്രേവിയും ആവും കേട്ടോ. നമ്മുടെ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും, ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും കൂടി ചെയ്യണേ. 3-4 ദിവസമൊക്കെ ഇത് കേടുകൂടാതിരിക്കും കേട്ടോ. കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കുകയെന്ന് വെച്ചാൽ കൂടുതലും കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.